ഖുർആൻ അത്ഭുതങ്ങൾ അവസാനിക്കുന്നില്ല. 23-ാം ഭാഗം, വയറിനുള്ളിലെ 3 ഇരുട്ടുകൾ. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇനി നമുക്ക് വയറിനുള്ളിലെ 3 ഇരുട്ടുകളെക്കുറിച്ച് സംസാരിക്കാം. ഒരു വയറിൻ്റെ സ്കാനിങ് നടത്തി നോക്കാം. മാതാവിൻ്റെ വയറിനുള്ളിൽ 3 ഇരുട്ടുകളുണ്ട് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. സൂറത്തു സുമർ 6-ാമത്തെ ആയത്ത് നമുക്കിങ്ങനെ വായിക്കാം: യഖ്ലുഖുകും ഫീ ബുതൂനി ഉമ്മഹാത്തിക്കും ഖൽഖം മിൻ ബഅദി ഖൽഖ് ഫീ ളുലുമാത്തിൻ സലാസ്. യഖ്ലുഖുകും, അവൻ നിങ്ങളെ പടക്കുന്നു, സൃഷ്ടിക്കുന്നു, ഫീ ബുതൂനി ഉമ്മഹാത്തിക്കും, നിങ്ങളുടെ ഉമ്മമാരുടെ വയറുകളിൽ വെച്ച്. ഖൽഖം മിൻ ബഅദി ഖൽഖ്, ഒരു ഘട്ടത്തിന് ശേഷം മറ്റൊരു ഘട്ടമായിട്ട്. ഫീ ളുലുമാത്തിൻ സലാസ്, 3 ഇരുട്ടുകൾക്കുള്ളിൽ. ദാലികുമുല്ലാഹു റബ്ബുക്കും ലഹുൽ മുൽക്കു ലാ ഇലാഹ ഇല്ലാ ഹുവ ഫഅന്നാ തുസ്റഫൂൻ. അതാണ് അല്ലാഹു, അവനാണ് നിങ്ങളുടെ നാഥൻ, ആധിപത്യം, ശക്തി അവന് മാത്രമാണ്, അവനല്ലാതെ ഇലാഹില്ല. എന്നിട്ട് നിങ്ങൾ അങ്ങോട്ടാണ് വഴിതിരിഞ്ഞു പോകുന്നത്. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു സുമർ 6-ാമത്തെ ആയത്തിൽ നമ്മളോട് പറയുന്നത്. ഇവിടെ അവൻ ഘട്ടം ഘട്ടമായി നിങ്ങളെ വയറിനുള്ളിൽ വെച്ച് സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. പക്ഷെ എന്താണ് വയറിനുള്ളിലെ 3 ഇരുട്ടുകൾ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ള ഈ ഫീ ളുലുമാത്തിൻ സലാസ്, 3 ഇരുട്ടുകൾക്കകത്ത് വെച്ചാണ് നിങ്ങളുടെ സൃഷ്ടിപ്പ് നടക്കുന്നത് എന്ന് പറഞ്ഞില്ലേ? അപ്പോൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? യഖ്ലുഖുകും മിൻ ബുതൂനി ഉമ്മഹാത്തിക്കും ഖൽഖം മിൻ ബഅദ്, ഖൽഖം മിൻ ബഅദി ഖൽഖ് ഫീ ളുലുമാത്തിൻ സലാസ്. 3 തരത്തിലുള്ള അന്ധകാരങ്ങൾക്കുള്ളിൽ ഒരു സൃഷ്ടിയുടെ ഒരു ഘട്ടത്തിന് ശേഷം മറ്റൊരു ഘട്ടമായിക്കൊണ്ട് അള്ളാഹു നിങ്ങളെ പടച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്, ഏതാണ് ഈ 3 ഇരുട്ടുകൾ? എന്താണ് ഈ 3 അന്ധകാരങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇതിന് നൽകപ്പെട്ടിട്ടുള്ള ആധുനികമായൊരു വ്യാഖ്യാനം ഇങ്ങനെയാണ്. ആദ്യത്തെ ഇരുട്ട് എന്ന് പറയുന്നത് മാതാവിൻ്റെ വയറിൻ്റെ ഇരുട്ട്, നമ്മൾ ബെല്ലി എന്ന് പറയുമല്ലോ, അതാണ് 1-ാമത്തെ ഇരുട്ട്. അതിനകത്താണ് കുഞ്ഞുള്ളത്. 2-ാമത്തേത് ഈ വയറിനകത്ത്, വയറിൽ ഗർഭപാത്രം മാത്രമല്ല, ഗർഭാശയം മാത്രമല്ല, മറ്റൊരുപാട് കാര്യങ്ങൾ വയറിനകത്തുണ്ടല്ലോ. അപ്പോൾ ആദ്യം വയറ് എന്ന ഇരുട്ട്, പിന്നീട് വയറിനുള്ള ഗർഭാശയം എന്ന് പറയുന്ന ഇരുട്ട്, ഗർഭപാത്രം എന്ന് പറയുന്ന ഇരുട്ട്. 3-ാമത്തേത് അതിനുമുള്ളിൽ, അതിൻ്റെയും അകത്ത്, ഗർഭാശയത്തിനകത്ത് അമ്നിയോട്ടിക് സാക്ക് എന്ന് പറയുന്ന ഒരു കുഞ്ഞിനെ പൊതിയുന്ന ഒരു സാധനമുണ്ട്, അതിനകത്തുള്ള ഇരുട്ട്. അപ്പോൾ ഈ അമ്നിയോട്ടിക് സാക്ക് വിത്ത് അമ്നിയോട്ടിക് ഫ്ലൂയിഡ്, അതിനകത്താണ് കുഞ്ഞ് കിടക്കുന്നത്, അതിനകത്താണ് കുഞ്ഞ് വളരുന്നത്. അപ്പോൾ കുഞ്ഞിനെ പൊതിഞ്ഞിരിക്കുന്ന ഒരു വസ്തുവുണ്ട്, അതാണ് 3-ാമത്തെ ഇരുട്ട്. അപ്പോൾ ആദ്യം വയറിനുള്ളിൽ, 2-ാമത് ഗർഭാശയത്തിനുള്ളിൽ, 3-ാമത് ആ ഗർഭാശയത്തിനുള്ളിലും കുഞ്ഞിന് കിടക്കാൻ വേണ്ടി ഒരു പുതപ്പ്, കുഞ്ഞിനെ പൊതിഞ്ഞിരിക്കുന്ന ഒരു പുതപ്പുണ്ട്, അതാണ് അമ്നിയോട്ടിക് സാക്ക് എന്ന് പറയുന്നത്. ഇതാണ് ഖുർആൻ പരാമർശിച്ചിട്ടുള്ള ഈ 3 ഇരുട്ടുകൾ എന്ന് ഇന്ന് പല വ്യാഖ്യാതാക്കളും പല പണ്ഡിതരും പല ശാസ്ത്രജ്ഞരും നമുക്ക് പറഞ്ഞു തരുന്നു. ഇനിയും പഠനങ്ങൾ, ഇതൊരു വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പഠന ശാഖയാണ് ഈ എംബ്രിയോളജി എന്ന് പറയുന്നത്. സിസേറിയൻ ഓപ്പറേഷനൊക്കെ നടത്തുന്ന സമയത്ത് 3 സ്ഥലത്താണ് മുറിക്കുക എന്ന് ഡോക്ടർമാർ പറയുന്നു.
ആദ്യത്തെ ഇൻസിഷൻ എന്ന് പറയുന്നത് മാതാവിൻ്റെ വയറ്, നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മുടെ ബെല്ലി, അത് കീറും അല്ലെങ്കിൽ അത് മുറിക്കും. രണ്ടാമത്തേത് അതിന് അടിയിലുള്ള ഗർഭാശയത്തിലും മുറിക്കും. മൂന്നാമത്തെ മുറിക്കൽ അല്ലെങ്കിൽ കട്ട് ചെയ്യുന്നത് അമ്നിയോട്ടിക് സാക്കിലാണ്. ഇങ്ങനെയുള്ള 3 തട്ടുകളിലായി, 3 ഇരുട്ടുകളിലായി ഗർഭാശയത്തിനകത്ത് നിങ്ങളെ ഘട്ടം ഘട്ടമായി പടച്ചത് അള്ളാഹുവാണ്. സുബ്ഹാനല്ലാഹ്. അന്ന് സ്കാനിങ് ഇല്ല, അന്ന് മൈക്രോസ്കോപ്പില്ല, അന്ന് മറ്റൊരു ശാസ്ത്രീയമായ വിജ്ഞാനങ്ങളും വികസിച്ചിട്ടില്ല. ആ സമയത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, നിങ്ങളെ ഫീ ബുത്തൂനി ഉമ്മഹാത്തിക്കും, നിങ്ങളുടെ ഉമ്മമാരുടെ വയറ്റിൽ വെച്ച് നിങ്ങളെ പടക്കുന്നത് ഖൽഖം മിൻ ബഅദി ഖൽഖ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ്, ഓരോന്നോരോന്നായിട്ടാണ്, ഘട്ടം ഘട്ടമായിട്ടാണ്. ഫീ ളുലുമാത്തിൻ സലാസ്, 3 ഇരുട്ടറകളിലാണ് നിങ്ങളെ ഭദ്രമായി ഉമ്മയുടെ വയറ്റിൽ സൂക്ഷിച്ചിട്ടുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ശാസ്ത്രീയമായ അറിവുകൾ വളരെ കുറവായിരുന്ന കാലത്ത് ഓപ്പറേഷൻ ചെയ്ത് കുഞ്ഞിനെ പുറത്തെടുക്കുന്ന സർജറികളോ ആശുപത്രികളോ ഒന്നും നിലവിലില്ലാതിരുന്ന ആ സമൂഹത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നബിക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. ഇനി സൂറത്തു ലുഖ്മാനിലെ 34-ാമത്തെ ആയത്ത് നമ്മൾ വായിച്ചു നോക്കുക. ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാഅ വയുനസ്സിലുൽ ഗൈസ് വയഅലമു മാ ഫിൽ അർഹാം. തീർച്ചയായും അള്ളാഹുവിൻ്റെ അടുത്താണ് അന്ത്യനാളിനെക്കുറിച്ചുള്ള വിവരമുള്ളത്, അന്ത്യസമയത്തെക്കുറിച്ചുള്ള അറിവുള്ളത്. പിന്നീട് അള്ളാഹു പറയുകയാണ് വയുനസ്സിലുൽ ഗൈസ്, ആകാശത്തു നിന്നവൻ മഴ വർഷിപ്പിക്കുന്നു. മഴ എപ്പോൾ പെയ്യും എപ്പോൾ പെയ്യില്ല ഇതൊന്നും മനുഷ്യനൊരു ഊഹം പറയാമെന്നതല്ലാതെ കൃത്യമായി പറയുക സാധ്യമല്ല. പലപ്പോഴും ആളുകൾ കളിയാക്കി പറയാറുണ്ട്, ഇന്ന് മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട് എന്ന് പറയുന്ന പ്രവചനങ്ങളെക്കുറിച്ച് കളിയാക്കാറുണ്ട്. പക്ഷേ കാലാവസ്ഥാ പ്രവചനങ്ങൾ അത് തീർച്ചയായും നമുക്ക് സഹായം നൽകുന്നുണ്ട്, നമുക്ക് മുൻകൂട്ടി കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യാനുമൊക്കെ അത് ഉപകരിക്കുന്നുണ്ട്. പക്ഷേ അത് കൃത്യമായി ഇന്ന സമയത്ത് മഴ പെയ്യും എന്ന് പറഞ്ഞാൽ പെയ്തോളണമെന്നില്ല, പെയ്യും എന്ന് പറയാത്ത സമയത്ത് പെയ്യാനും സാധ്യതയുണ്ട്. ഇങ്ങനെ നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. മൂന്നാമത് പറഞ്ഞ കാര്യം വയഅലമു മാ ഫിൽ അർഹാം, അള്ളാഹുവിനറിയാം ഗർഭപാത്രത്തിനകത്തുള്ളത് എന്താണ് എന്ന്. അള്ളാഹുവിൻ്റെ പക്കലാണ് സമയത്തെക്കുറിച്ചുള്ള വിവരമുള്ളത്. മൂന്നാമത് പറഞ്ഞിട്ടുള്ളത് ഗർഭപാത്രത്തിനകത്ത് എന്താണുള്ളത് എന്ന് അള്ളാഹുവിനറിയാം. ഇവിടെ ഒന്നാമതായി അന്ത്യനാളിനെ കുറിച്ച് അള്ളാഹ്ക്കേ അറിയുള്ളൂ, അത് നമുക്കാർക്കും സംശയമില്ലാത്ത കാര്യമാണ്. രണ്ടാമതായി പറഞ്ഞത് ഈ അദൃശ്യകാര്യത്തിൻ്റെ താക്കോലുകളായി ഖുർആൻ പറഞ്ഞത് മഴയെക്കുറിച്ചാണ്. മഴയെക്കുറിച്ചുള്ള കൃത്യമായ അറിവ്, സൂക്ഷ്മമായ അറിവ് അത് അള്ളാഹുവിന് മാത്രമാണ് എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. എവിടെയൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് മഴ പെയ്യുക, എത്രയൊക്കെയാണ് മഴ പെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ മുൻകൂട്ടി കൃത്യമായി അറിയുന്നത് അള്ളാഹുവിൻ്റെ അറിവിൽപ്പെട്ടതാണ്. അപ്പം മനുഷ്യൻ്റെ പ്രവചനങ്ങൾ മനുഷ്യന് നടത്താം, പക്ഷെ അതിനൊക്കെ അപ്പുറമായി കണക്കുകൂട്ടലുകൾക്കപ്പുറമാണ് മഴ പെയ്യുന്നതും അതിൻ്റെ സമയവും അതിൻ്റെ അളവുമൊക്കെ. ഈ മൂന്നാമതായി അദൃശ്യകാര്യത്തിൻ്റെ താക്കോലായി അള്ളാഹു പറഞ്ഞിട്ടുള്ള കാര്യം ഗർഭാശയത്തിലുള്ള കാര്യങ്ങൾ അള്ളാഹു മാത്രമാണ് അറിയുക എന്നതാണ്. ഇതിനെക്കുറിച്ച് ചില ആളുകൾ പറയാറുണ്ട്, ഈ ആയത്തിന് ഇന്നൊരു പ്രസക്തിയുമില്ല, കാരണം ഇന്ന് ഗർഭാശയത്തിലെ കുട്ടി ആണാണോ പെണ്ണാണോ എന്നൊക്കെ ഇന്ന് സ്കാനിങ്ങിലൂടെ വളരെ വ്യക്തമായി അറിയാവുന്നതാണ്. അപ്പോൾ ഗർഭാശയത്തിലുള്ളത് അള്ളാഹ്ക്ക് മാത്രമേ അറിയൂ എന്ന് പറയുന്നതിന് അർത്ഥമില്ല എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ഇത് ഗർഭത്തിലുള്ള കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് അള്ളാഹ്ക്ക് അറിയാം എന്നല്ല ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. പകരം ഗർഭാശയത്തിലുള്ളത് എന്താണ് അത് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അറിയുകയുള്ളൂ എന്നാണ്. വയഅലമു മാ ഫിൽ അർഹാം എന്നാണ്, മാ എന്നാണ് പ്രയോഗിച്ചത്. ഗർഭാശയത്തിലുള്ളത് എന്താണ് എന്ന് അള്ളാഹുവിനാണ് അറിയുക.
മൻ എന്നല്ല, ആരാണ് എന്നല്ല, അല്ലെങ്കിൽ അവൻ്റെ ജെൻഡർ എന്താണ് എന്നല്ല, അവൻ്റെ സെക്സ് എന്താണ് എന്നല്ല, അവൻ എന്താണ് എന്ന്. മാഫിൽ അർഹാം. അപ്പോൾ അവൻ്റെ അവസ്ഥ, അവൻ്റെ ജീവിതം, അവൻ്റെ മരണം, അവൻ്റെ സ്വഭാവം, അവൻ്റെ വിധി, ഇതെല്ലാം അള്ളാഹുവിനെ അറിയുകയുള്ളൂ എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇനി സൂറത്തു ആലു ഇമ്രാൻ 6-ാമത്തെ ആയത്തിൽ കാണാം, ഹുവല്ലദീ യുസവ്വിറുക്കും ഫിൽ അർഹാമി കൈഫ യശാ. അവനാണ് ഗർഭാശയത്തിൽ അവൻ ഇച്ഛിക്കുന്ന രൂപത്തിൽ, അവൻ വിചാരിക്കുന്ന രൂപത്തിൽ, അവനിഷ്ടമുള്ള രൂപത്തിൽ നിങ്ങളെ രൂപപ്പെടുത്തുന്നത്. അവൻ്റെ മുഖം, അവൻ്റെ ആകൃതി, അവൻ്റെ അവയവങ്ങൾ, അതിൻ്റെ കൃത്യത, അവൻ്റെ ബുദ്ധി, അവൻ്റെ കഴിവ്, അവൻ്റെ സ്വഭാവം, ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഗർഭാശയത്തിൽ വെച്ച് തീരുമാനിക്കുകയും അതനുസരിച്ച് ഉണ്ടാക്കുകയും ചെയ്യുന്നു. അപ്പോൾ അവനാണ് ഗർഭാശയങ്ങളിൽ വെച്ച് അവൻ ഇച്ഛിക്കുന്ന വിധം, അവൻ ഇഷ്ടപ്പെടുന്ന വിധം നിങ്ങളെ രൂപപ്പെടുത്തുന്നത്. ഇനി നിങ്ങൾ ഈ ആയത്ത്, ലുഖ്മാനിലെ ആയത്ത് ഒന്നുകൂടി വായിച്ചു നോക്കുക. ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാഅ. അള്ളാഹുവിൻ്റെ അടുത്താണ് അന്ത്യനാളിനെ കുറിച്ചുള്ള വിവരമുള്ളത്. വയുനസ്സിലുൽ ഗൈസ്. അവൻ മഴ വർഷിപ്പിക്കുന്നു. വയഅലമു മാ ഫിൽ അർഹാം. ഗർഭാശയങ്ങളിലുള്ളത് എന്താണ് എന്ന് കൃത്യമായി അവൻ അറിയാം, അല്ലെങ്കിൽ അവനേ അറിയൂ. സുബ്ഹാനല്ലാഹ്. എന്തുമാത്രം വിവരമാണ്, വിജ്ഞാനമാണ്, അത്ഭുതമാണ് അള്ളാഹു നമുക്ക് പകർന്നു നൽകുന്നത്. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.